പത്തനംതിട്ട 1982 നവംബർ 1 കേരള പിറവി ദിനത്തിലാണ് പത്തനംതിട്ട ജില്ല രൂപീകൃതമായത്. 12 ലക്ഷത്തോളം ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മലയോര ജില്ലയാണ് പത്തനംതിട്ട. പച്ചപ്പും മലനിരകളും പുഴകളും കാടുകളും ചേർന്ന മനോഹരമായ ഭൂപ്രകൃതിയുള്ള സുന്ദരമായ പ്രദേശം. കാടുകളും മലനിരകളും പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ വനപ്രദേശങ്ങളുമൊക്കെ പത്തനംതിട്ടയുടെ പ്രകൃതി ഭംഗി കൂട്ടുന്നുണ്ട്. റബ്ബർ തോട്ടങ്ങളും നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കുന്നിൻ പ്രദേശങ്ങളും ചേർന്ന ഗ്രാമീണ കേരളത്തിൻ്റെ മനോഹരമായൊരു പകർപ്പാണ് പത്തനംതിട്ട. നാനാജാതി മതസ്ഥർ ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന പുണ്യഭൂമി. ഗവി, കോന്നി, അടവി, ആറന്മുള, ശബരിമല, പമ്പ, മാരാമൺ തുടങ്ങിയ പ്രദേശങ്ങൾ പത്തനംതിട്ടയെ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തുന്നു. ഒരു കാലത്ത് പന്തളം രാജവംശത്തിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശങ്ങളാണ് പത്തനംതിട്ട ജില്ലയുടെ ഏറെയും എന്ന് പറയപ്പെടുന്നു. പിന്നീട് തിരുവിതാംകൂർ ഭരണത്തിൻ്റെ കീഴിലായ പ്രദേശം ആലപ്പുഴ ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് പിന്നീട് പത്തനംതിട്ട ജില്ലയായി രൂപീകരിച്ചത്. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രശസ്തരായ ആളുകൾക്ക് ജന്മം നൽകിയ നാടാണ് പത്തനംതിട്ട. സാംസ്കാരിക, രാഷ്ട്രീയ, കലാ, കായിക മേഖലകളിൽ ഉൾപ്പെടെ നിരവധിയായ മേഖലകളിൽ പത്തനംതിട്ടയുടെ യശസ് ഉയർത്തിപ്പിടിച്ച ഒരുപാട് മനുഷ്യരും അതുപോലെ തന്നെ പ്രദേശങ്ങളും നമുക്കുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പത്തനംതിട്ടയുടെ പ്രത്യേകതകൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. കാരണം എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന പൂർണ്ണമായൊരു വീഡിയോയല്ല ഇത്.